ദൈവം തന്ന പല നന്മകളും നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും. എന്നാൽ ഇന്ന് വായിച്ച വചനമില്ലേ, ഞാൻ എഴുന്നേറ്റ് എൻ്റെ പിതാവിൻ്റെ അടുത്തേക്ക് ചെല്ലും, ഞാൻ പാപം ചെയ്തുവെന്ന് പറയും എന്നൊക്കെ പറഞ്ഞ് തിരിച്ചു വരുമ്പോൾ കാണുന്നൊരു കാര്യമുണ്ട്. മടങ്ങി വരുമ്പോൾ കണ്ട ഒരു കാര്യം, നല്ല കാലം ഉണ്ടാകാൻ തുടങ്ങി, നന്മയായത് വീണ്ടും ചേർന്ന് വരാൻ തുടങ്ങി, ഐശ്വര്യമായത് ചേർന്ന് വരാൻ തുടങ്ങി, നഷ്ടപ്പെട്ടത് മടങ്ങി വരാൻ തുടങ്ങി. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വാക്കാണ് നല്ല കാലം ഉണ്ടാകാൻ തുടങ്ങി, നല്ല ഭാഗ്യം ചേർന്ന് വരാൻ തുടങ്ങി. അപ്പോൾ മടങ്ങി വരവിൽ അനുഭവമാകുന്ന ഒത്തിരി നന്മകളുണ്ട്. പ്രിയപ്പെട്ടവർ, എന്നെ കേൾക്കുന്ന നിങ്ങൾ, ഒരുപക്ഷെ നിങ്ങളുടെ വീട്ടിലുള്ള ഒരാൾ അല്ലെ വീട്ടിലുള്ള ചിലർ ദൈവത്തിൽ നിന്ന് അകലെയായിരിക്കും, ദൈവത്തിൽ പ്രാർത്ഥനയിൽ നിന്ന് അകലെയായിരിക്കും. ഇവർ ഈ വചനം ഒന്ന് കേട്ടായിരുന്നെങ്കിൽ, എൻ്റെ വീട്ടിലുള്ളൊരു ഈ വചനം ഒന്ന് കേട്ടായിരുന്നെങ്കിൽ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടായിരിക്കും അവർ മടങ്ങി വരാൻ ഒരു സമയം ദൈവം അവർക്ക് വേണ്ടി കൊടുക്കും. മടങ്ങി വരും. എല്ലാം നഷ്ടപ്പെട്ടത് ആ പിതാവിൽ നിന്ന് അകന്നു പോയോണ്ടാ. ഒരു നിമിഷത്തെ തോന്നൽ മതി, ഒരു ചിന്ത മതി, ഒരു തീരുമാനം മതി ഒരാൾ ദൈവത്തിലേക്ക് മടങ്ങി വരാൻ. എന്തുകൊണ്ടാണെന്നറിയാമോ? ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ കേൾക്കുന്ന വചനങ്ങൾ നിങ്ങൾ അനേകർക്ക് അയച്ചു കൊടുക്കണമെന്ന് പറയുന്നത്. ചിലരൊന്നും ഇത് കാണത്തില്ല, കേൾക്കാൻ ഇഷ്ടപ്പെടില്ല, അയക്കരുതെന്ന് പറയും, ഇങ്ങനെയൊക്കെ പറയും. പക്ഷെ എന്തിനാണെന്നറിയാമോ അയച്ചു കൊടുക്കണമെന്ന് പറയുന്നത്? ചിലപ്പോൾ ഏതെങ്കിലും ഒരു സമയത്തായിരിക്കും, ഒരു പ്രതിസന്ധിയുടെ സമയത്തോ അറിയാതെയോ ഒക്കെ ആയിരിക്കും ഒരു വചനം അവർ യാദൃശ്ചികമായി കേൾക്കുന്നത്. ആ ഒരൊറ്റ വചനം മതിയാകും ആ വ്യക്തിയുടെ ജീവിതം മാറി തിരിഞ്ഞൊരു അനുഗ്രഹത്തിലേക്ക് കയറി വരാൻ. ഒറ്റപ്പെട്ടു പോയി, പക്ഷെ എടുത്ത ഒരൊറ്റ തീരുമാനമുണ്ടല്ലോ, ആ എടുക്കാൻ കഴിഞ്ഞ തീരുമാനം, അതാണ് അത്ഭുതമായത്. ദൈവത്തിൽ നകന്നാണോ നിൽക്കുന്നതെന്ന് നോക്കിയിട്ട് ഒന്ന് തിരിച്ചു നടക്ക്. ഒരു സ്റ്റെപ്പെങ്കിലും വയ്ക്ക്. ഒരു സ്റ്റെപ്പ് വെച്ചാൽ ദൈവം 10 സ്റ്റെപ്പ് വയ്ക്കുമെന്നാണ് പറയുന്നത്. നിന്റെ അടുത്തേക്ക് വരുമെന്നാണ് പറയുന്നത്. ദൈവത്തിൽ നിന്ന്, ദൈവവചനത്തിൽ നിന്ന്, പ്രാർത്ഥനയിൽ നിന്ന് നടന്നും ഓടിയും ഒരുപാട് അകലത്തിലാണോ നിങ്ങളും നിങ്ങളുടെ വീടും ഒക്കെ നിൽക്കുന്നത്? ഒരു സ്റ്റെപ്പെങ്കിലും തിരിച്ചു വാ. നഷ്ടപ്പെട്ടത് ദൈവം തിരിച്ചു തരുമെന്ന് മാത്രമല്ല, നിനക്ക് നല്ല കാലം, നല്ല സമയങ്ങൾ ഉണ്ടാകാൻ തുടങ്ങും. ദൈവത്തിൽ നിന്ന് അകലാതിരിക്കുക, ദൈവത്തോട് ആദ്യം അടുക്കുക. അപ്പം തന്നെ നിനക്ക് നല്ല ബന്ധങ്ങളും നല്ല ജീവിതവും നല്ല കാലവും നല്ല സമയവും ദൈവം തന്നെ നിന്റെ ജീവിതത്തോട് ചേർത്ത് വെച്ച് തന്നുകൊണ്ടിരിക്കും. വിശ്വസിക്കുക.